നമസ്കാരം. കോൺഗ്രസിനെ തലസ്ഥാന ജില്ല പൂർണ്ണമായും കൈവിട്ടു. കഴിഞ്ഞ തവണ പിടിച്ച 10 വാർഡുകൾ പോലും പിടിക്കാൻ ചിലപ്പോൾ കോൺഗ്രസിന് കഴിഞ്ഞെന്ന് വരില്ല. സമീപ ദിവസങ്ങളിലെ കോൺഗ്രസിന്റെ ശരീരഭാഷ നൽകുന്നത് ആ സൂചനയാണ്. നേതാക്കന്മാർ തമ്മിൽ വലിയ കലഹം, ഗ്രൂപ്പ് പോര്, പ്രധാനപ്പെട്ട നേതാക്കന്മാർ കണ്ടാൽ പോലും മിണ്ടാത്ത അവസ്ഥ. തിരുവനന്തപുരത്ത് ശബരിനാഥ് എന്ന ചെറുപ്പക്കാരനെ മേയർ സ്ഥാനാർത്ഥിയാക്കി നിർത്തി ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാനിറങ്ങിയതാണ് കോൺഗ്രസ്. തെരഞ്ഞെടുപ്പിന്റെ ചുക്കാൻ പിടിക്കുന്നതോ കെ മുരളീധരനും. അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് സീറ്റ് ലക്ഷ്യമിട്ട് തന്റെ പ്രവർത്തന മേഖല പൂർണ്ണമായും തിരുവനന്തപുരത്താക്കി മാറ്റിയിരിക്കുന്നു കെ മുരളീധരൻ. അതിനിടയിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായുള്ള സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ആ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണമായ ഏകോപന ചുമതല കെ മുരളീധരൻ കൈക്കലാക്കി. ശബരിനാഥ് എന്ന ചെറുപ്പക്കാരനെ മേയർ സ്ഥാനാർത്ഥിയാക്കി രംഗത്തിറക്കുകയും ചെയ്തു. ഇതുവരെ കാര്യങ്ങൾ സ്മൂത്ത് ആയിരുന്നു. ഇതുവരെ കോൺഗ്രസിന്റെ നീക്കങ്ങളെല്ലാം വിജയമായിരുന്നു. ആദ്യമായി മുന്നൊരുക്കം ആരംഭിച്ചത് കോൺഗ്രസ് എന്ന ഒരു ഖ്യാതി കോൺഗ്രസ് നേടുകയും ചെയ്തു. എന്നാൽ ആ ഘട്ടത്തിൽ വി ഡി സതീശൻ രംഗപ്രവേശനം ചെയ്യുന്നു. വി ഡി സതീശൻ ഒരു സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ തർക്കം പ്രകടിപ്പിക്കുന്നു. അത് മറ്റാരുമല്ല, രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സന്തത സഹചാരിയും യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനുമായ നേമം ഷജീർ. നേമം ഷജീറിനെ മത്സരിപ്പിക്കേണ്ട എന്ന ഒരു തീരുമാനം വി ഡി സതീശൻ സ്വീകരിക്കുന്നു. തന്റെ അനുയായിയായ മണക്കാട് സുരേഷ്, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കോർ കമ്മിറ്റിയുടെ തലവൻ, ആ ചുമതലയിൽ ഇരിക്കുന്ന മണക്കാട് സുരേഷിനെ കൊണ്ട് ഷജീറിനെ വെട്ടാൻ തീരുമാനിക്കുന്നു. കമ്മിറ്റിയിൽ മണക്കാട് സുരേഷ് നേമം ഷജീറിനെ മത്സരിപ്പിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ വാദിക്കുന്നു. എന്നാൽ കെ മുരളീധരൻ അത് കേട്ട ഭാവം പോലും നടിച്ചില്ല. നേമം ഷജീറിന്റെ പേര് കെ മുരളീധരൻ പ്രഖ്യാപിക്കുന്നു. വി ഡി സതീശനും മണക്കാട് സുരേഷും ഒക്കെ എതിർത്തിട്ടും നേമം ഷജീറിനെ നേമം വാർഡിൽ മത്സരിപ്പിക്കാനെടുത്ത തീരുമാനം കെ മുരളീധരൻ മാത്രമായിരുന്നു. ഇതോടുകൂടിയാണ് കാര്യങ്ങൾ കൈവിട്ടത്. അതിന് പിന്നാലെ വി ഡി സതീശനൊപ്പമുള്ളവരും തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു. കെ മുരളീധരനും വി ഡി സതീശനും തമ്മിൽ കണ്ടാൽ മിണ്ടാത്ത അവസ്ഥയിൽ എത്തി നിൽക്കുന്നു. കെ മുരളീധരൻ ഒറ്റയ്ക്കാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന ആരോപണം മണക്കാട് സുരേഷ് ഉന്നയിക്കുന്നു. അങ്ങനെ തിരുവനന്തപുരം ജില്ലയിലെ കോൺഗ്രസ് തെക്കും വടക്കും 4 ഭാഗങ്ങളായി വേർപിരിയുന്നു. കഴിഞ്ഞ തവണ നിലനിർത്തിയ സീറ്റുകൾ പോലും ഇത്തവണ വിജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. കരമന കഴിഞ്ഞ തവണ 10 സീറ്റുകളാണ് യു ഡി എഫിന് ലഭിച്ചത്. ആ 10 സീറ്റുകൾ ഇത്തവണ ലഭിക്കില്ല. ആ സീറ്റുകൾ പോലും നഷ്ടപ്പെടുമെന്നുള്ള സാഹചര്യമാണ് തിരുവനന്തപുരത്തുള്ളത്. കഴിഞ്ഞ തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ MP എന്ന നിലയ്ക്ക് ശശി തരൂരിന്റെ നിറസാന്നിധ്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇക്കുറി ശശി തരൂർ ഒരു വേദികളിലും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. തരൂരിനെ കോൺഗ്രസ് പുറത്താക്കിയ മട്ടാണ്. പക്ഷേ ഒരു വീരപരിവേഷം ലഭിക്കട്ടെന്ന് കരുതിയാണ് തരൂരിനെ ഔദ്യോഗികമായി പുറത്താക്കാത്തത്. തരൂരാകട്ടെ കിട്ടിയ അവസരത്തിൽ കോൺഗ്രസിനെ പരമാവധി പണിയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതാണ് ഇപ്പോഴത്തെ തലസ്ഥാന ജില്ലയിലെ കോൺഗ്രസിന്റെ അവസ്ഥ. മേയറാകാൻ ഇറങ്ങിയ ശബരിനാഥനാണ് ഇപ്പോൾ ആകെ പെട്ടുപോയിരിക്കുന്നത്. ശബരിനാഥൻ തന്നെ ജയിക്കുന്ന കാര്യം സംശയത്തിലാണ്. എന്തായാലും തലസ്ഥാന കോർപ്പറേഷൻ പിടിക്കാൻ കച്ചകെട്ടിയിറങ്ങിയ കെ മുരളീധരനിട്ട് 8ന്റെ പണിയാണ് വി ഡി സതീശനും ടീമും നൽകിക്കൊണ്ടിരിക്കുന്നത്.